എവിടെ തിരിഞ്ഞു നോക്കിയാലും, ഒരു ഷോപ്പിംഗ് മാളിൽ പോയാലും, സോഷ്യൽ മീഡിയ തുറന്നാലും ഇപ്പൊ എല്ലാവിടെയും കാണുന്നത് ഈ ഒരു ടോയ് ആണ്, ലബൂബു. ക്യൂട്ടൊക്കെ തന്നെയാണ്, പക്ഷെ അതേപോലെ അതിന്റെ പല്ലും കണ്ണും ഒക്കെ ഭയങ്കര ക്രീപ്പിയുമാണ്. ഓവർ നൈറ്റ് ആണ് ഈ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. എന്താണിത്? സം സേസ് ഇറ്റ്സ് എ ഡെവിൾസ് പെറ്റ്. എന്നാൽ പലരും ഇതിന് പല വേർഷൻസും കൊടുക്കുന്നുണ്ട്. മരണത്തിന് മുമ്പേ ഡെവിലിനോട് സംസാരിക്കാൻ പറ്റും, ഡെവിലിനെ കാണാൻ പറ്റും. ഫേമസ് ടോയ് കളക്ടറിന് ഇത് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ഒരുപാട് ബാഡ് കാര്യങ്ങൾ സംഭവിച്ചു. ആസ്ട്രോളജർ പറഞ്ഞു അത് എടുത്തു മാറ്റാൻ. ഇതൊരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് ഇതിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ 2008 അമേരിക്കയിൽ റിസഷൻ വരുന്നതിന്റെ മുമ്പേ എന്താ നടന്നത്? സ്കോളേഴ്സ് ഇതിനെ എക്കോണമിക് ക്രൈസിസിനോട് റിലേറ്റ് ചെയ്യും. 2008 അമേരിക്കയിൽ റിസഷൻ വരുന്നതിന്റെ മുമ്പേ ഇതുപോലൊരു ബൂം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് വലിയ കാര്യങ്ങൾ ലൈക്ക് കാർ, ഹോം മേടിക്കാൻ പറ്റാതെ വരുമ്പോൾ ചെറിയ ടോയ്സ് ആൻഡ് കളക്റ്റിബിൾസ് ഒരുപാട് മേടിച്ചു കൂട്ടി നമ്മൾ മൈൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യും. ഇതിനെയാണ് ലിപ്സ്റ്റിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഡിസ്നിലാൻഡ് സബ്സ്ക്രിപ്ഷൻ മേടിക്കാൻ അന്ന് കുട്ടികൾക്ക് വേണ്ടി പറ്റാതിരുന്ന പേരൻസ് ഒരുപാട് ക്ലബ് പെൻഗ്വിൻ സബ്സ്ക്രിപ്ഷൻസ് മേടിച്ചു. ആൻഡ് ഓവർ നൈറ്റ് ക്ലബ് പെൻഗ്വിൻ സബ്സ്ക്രിപ്ഷൻസ് സ്കൈ റോക്കറ്റഡ് ആയി. ഇത് അമേരിക്കൻ റിസഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണോ, അതോ ഇത് ശരിക്കും ഒരു ഡെവിൾസ് പെറ്റ് ആണോ? ഡെവിലിനോട് സംസാരിക്കാൻ പറ്റൂ?